എനിക്കാണ് ഈ കുരു കണ്ടിട്ടുണ്ടല്ലോ, പൊട്ടിക്കാൻ തോന്നുന്നു. പുള്ളിക്കാട് ചുവന്നിരിക്കുന്നത്. എന്താണ് ഈ കളറ്? എന്താ ഇതെന്താണ്? ഡോറ ഡോറ ഡോറയുടെ പ്രയാണം ദൈവം കണ്ടതാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ ഹംപിയിലുള്ള ബാക്കി കുറച്ച് നമ്മൾ കവർ ചെയ്യേണ്ട കുറച്ചുകൂടി സ്ഥലങ്ങളുണ്ട്. അതും കൂടി ഇന്ന് കവർ ചെയ്യാൻ പോവാണ്. ഇന്നലെ ഓൾമോസ്റ്റ് കുറേ കവർ ചെയ്ത്, പക്ഷെ എന്നാൽ ഇനി നമ്മളങ്ങനെ ഹംപിയിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അങ്ങനെ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. രാമായണമൊക്കെ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെമ്പിളുണ്ട്. പിന്നെ ഹനുമാൻ ഇങ്ങനെ മങ്കി ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ടെമ്പിളുണ്ട്. പിന്നെ അതുപോലെ ക്വീൻസ് ബാത്ത് നമ്മൾ ഇന്നലെ ഏരിയയിൽ പോയിരുന്നു, പക്ഷേ ക്വീൻസ് ബാത്തിൽ പോകാനായിട്ട് മിസ് ചെയ്തു. പിന്നെ എൻ്റെ മുഖത്ത് ആസ് യൂഷ്വൽ ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന കുരുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊരു റീൽ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട്, ഇത് നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ള ഡ്രസ്സാണ്. പിന്നെ ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചു, ഇവിടെ ചൂടായതുകൊണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ നേരം അഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ, ഈ മാംഗോ ട്രീയിൽ. അവിടെ ആക്ച്വലി വൈകിട്ടാണ് നല്ല ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ പോവാം, ജസ്റ്റ് പോകണമെന്ന് വിചാരിച്ചത് കൊണ്ട്. പിന്നെ അതിനടുത്ത് ബാക്കി എല്ലാം ഇങ്ങനെ കുഞ്ഞു 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 കടകളാണ്, വെജ് കടകളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും വെജ് കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ടോസ്റ്റാണ് രാവിലെ തന്നെ കഴിക്കുന്നത്. ടോസ്റ്റ് ആക്ച്വലി രാവിലെ തന്നെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ എഗ്ഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വെജാണെങ്കിലും എഗ്ഗ് മാത്രമുണ്ട്. എഗ്ഗ് വെജായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ കണക്ക് കിട്ടണേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ടോസ്റ്റ് വിത്ത് എഗ്ഗ്. നമ്മളവിടെ ക്വീൻസ് ബാത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ശിവ ടെമ്പിൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി പോകണം. അപ്പോൾ ക്വീൻസ് ബാത്താണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമുക്കപ്പോൾ ക്വീൻസ് ബാത്ത് കാണാം. ഇവിടെ കിങ്സ് ബാത്ത് ഉണ്ട് കേട്ടോ, പക്ഷേ കിങ്ങിനൊന്നും യാതൊരു വല്ലാത്തതുകൊണ്ട് ക്വീൻസ് ബാത്ത് കാണാൻ ആളുകൾ വരണേ. പെണ്ണുങ്ങളുടെ കുളിച്ചിനാണ് ആളുകൾക്ക് ഇഷ്ടം, മനസ്സിലായോ? ആണോ? ക്വീൻസ് ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ക്വീൻസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ രാജാക്കന്മാരുടെ ക്വീൻമാർ, അതിഥികൾ എന്ന് വെച്ചാൽ ഇത് ചക്രവർത്തികൾ ആയിരിക്കുമല്ലോ, അവരെ കാണാൻ കുറെ രാജാക്കന്മാർ വരൂലേ, അവരുടെ പത്നിമാർക്ക് കുളിക്കാൻ, അവരുടെ അങ്ങനെ റോയൽ ഫാമിലികൾക്ക് മാത്രം കുളിക്കാൻ ഇല്ല. അത് പണ്ട് ഇല്ല, ഞാൻ വിചാരിച്ചിരുന്നത് പബ്ലിക്കിന് വേണ്ടി കുളിക്കാനെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുളിക്കാൻ അങ്ങനത്തെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ക്യൂൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാവർക്കും എന്നുള്ള ഇപ്പോഴത്തെ കാലത്ത് കോമൺ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ ഇവിടെയൊക്കെ വന്നപ്പോൾ മനസ്സിലായത്. എല്ലാം ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടത് അവരുടെ അധ്വാനമല്ലേ, രാജാക്കന്മാർ ചെയ്തെങ്കിലും പാവപ്പെട്ടവർ അധ്വാനം. അതിൽ എത്ര പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. അവരുടെ ഒന്നും പേരവിടെ ഇല്ല, എല്ലാം അറിയപ്പെടുന്നത് രാജാവിന്റെ പേരിലാണ്. എല്ലാ രാജാവിന്റെ പേരിലാണ്. ഞങ്ങൾ ക്വീൻസ് ബാത്തിലോട്ട് കയറുവാണ്. അവിടെ ഈ ക്വീൻസ് ബാത്ത് അല്ല, ക്വീൻ സ്വിമ്മിംഗ് പൂളാണ് വീടല്ലേ. അതിനു വേണ്ടി രാജകുമാരിമാരും എല്ലാരും ഇറങ്ങി വരിക, എന്നിട്ട് ഇവിടെ നീന്തി കുളിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് വെള്ളം വരണേ ഉണ്ടാണല്ലോ. അതാ ഞാൻ വെള്ളം പോവാനുള്ള സ്ഥലം തോന്നുന്നു. നമ്മള് ബാത്റൂമിലൊക്കെ ഒരു സാധനം പൊക്കുമ്പോഴേക്കും വെള്ളം താഴോട്ട് പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒഴിക്കുന്ന നിൽക്കത്തില്ലല്ലോ. ഇത് മിക്കവാറും ഉണ്ടല്ലോ മാനുവലി ആൾക്കാരെ കൊണ്ട് വെള്ളം നിറപ്പിക്കുമായിരിക്കും അല്ലേ, പാവം. ചിലപ്പോ മാനുവലി. ഇന്നലെ നമ്മൾ ആനയുടെ മറ്റേ ആന കുളിക്കുന്ന ഇത്, ആന വെള്ളം കുടിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ മാനുവലി ഫില്ല് ചെയ്യാന്ന് ഇന്നലെ ഗൈഡ് പറഞ്ഞിരുന്നു. പിന്നെ ഈ അടുത്തൊന്നും സാധാരണക്കാരന് വരാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പിന്നെ ലേഡീസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനല്ലേ? പഴയ രാജ്ഞിമാരുടെ ഒക്കെ തോഴിമാരെന്നല്ലേ പറയാ, തോഴന്മാരില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിറയെ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷെ വരണവരെല്ലാം തന്നെ ഇങ്ങനെ ചാർലി പോലെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തോന്നുന്നത്. ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള യാത്രകൾ. ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് മറ്റേ രാജാവിൻ്റെ സ്ഥലങ്ങളായിരുന്നു. നമ്മൾ ഇന്നലെ പോയത് രാജാവിൻ്റെ പാർലമെന്റ് പോലെ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കണ സ്ഥലം. എല്ലാ മന്ത്രിമാരൊക്കെ കൂടിയിരുന്ന് ഡിസിഷൻസ് എടുക്കണ സ്ഥലം. റോയൽ ഫാമിലി
റോയൽ ഫാമിലി. നമ്മളിത് നമ്മുടെ നെക്സ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹസാര രാംചന്ദ്ര ടെമ്പിളിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് രാമായണം ഫുള്ള് കൊത്തിവെച്ചിട്ടുള്ളതെന്നാണ് ഇന്നലെ നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഹസാര രാമ ടെമ്പിൾ എന്നാണ്. ടെമ്പിൾ അടച്ചിട്ടുണ്ടോ? നമ്മൾ ഉച്ചയില്ലേ വന്നപ്പോഴേക്കും. ഓരോരോ കൊത്തുപണികളാണ് കേട്ടോ. ഇതാരാന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് താടിയുള്ള ഒരാൾ. എന്നെ കുട്ടി ഇതേ നോക്കിയേ, താടിയുള്ള ആള് ആണോ? ഇത് ഈ കാണുന്ന ടെമ്പിളിൻ്റെ സൈഡിലുള്ളതാട്ടോ. ഇവിടെയും കുറേ ഇങ്ങനത്തെ കാർവിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ കാർവിങ്സിൻ്റെ ഉണ്ടല്ലോ തല മാത്രം വെട്ടി ഇങ്ങനെ ചതപ്പിച്ച് കളഞ്ഞേക്കുക. തലകൾ മാത്രം വെച്ച് ആ പ്രതിമയുടെ ഭംഗി പോയില്ലേ? എവിടെ വാള വെച്ചാണേ? ഓ മതിൽ വെച്ചേക്കാം. ഈ വാളിൽ കാണുന്നത് ഫുള്ള് രാമായണത്തിൻ്റെ കാർവിംഗ് ആണ് കേട്ടോ. ഓരോരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ സീരിയലിൽ കാണില്ല, അതേപോലെ അതിങ്ങനെ കൊത്തി കൊത്തി വെച്ചിരിക്കുകയാണ്. പെയ്യണതും രാവണം വേറണതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇവിടുത്തെ കണ്ടു കഴിഞ്ഞു കേട്ടോ. കുറേ ഇങ്ങനെ കാവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു ഗൈഡുമായിട്ട് വരണം കേട്ടോ. നമുക്ക് ഇന്നലെ മാത്രമേ ഗൈഡ് ഉണ്ടായിരുന്നുള്ളൂ. 3,000 റുപ്പീസായിരുന്നു ഗൈഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇന്ന് നമ്മൾ ഗൈഡിനെ വെക്കേണ്ടതെന്ന് ഓർത്തു. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളാണല്ലോ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗൈഡിനെ വെക്കേണ്ടെന്ന് വെച്ചു. നമ്മുടെ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ശിവ ടെമ്പിൾ ആണ്. പക്ഷേ ഇത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ അല്ലല്ലോ, ഇത് നോർമൽ ശിവ ടെമ്പിൾ. ഇത് അണ്ടർഗ്രൗണ്ട് ആണോ? ഓക്കെ, നമ്മൾ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ കാണാൻ പോവാണ്. ഇതാണ് കേട്ടോ ശിവ ടെമ്പിൾ. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് നോക്കട്ടെ. നമ്മൾ പ്രാവശ്യം ചെരുപ്പ് വരണില്ല കേട്ടോ. റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, കാല് പൊള്ളിയിട്ട് വയ്യ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. കാല് കൊള്ളുമ്പോ ഈ ടെമ്പിളിൻ്റെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ശിവലിംഗം വെള്ളത്തിലാണ് ഇരിക്കണേ. അതുകൊണ്ട് ഇത് കുറച്ച് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് വെള്ളത്തിലിരിക്കണമെന്നില്ല, വെള്ളത്തിലായിരിക്കും. അയ്യോ, വെള്ളത്തിലായിരിക്കും. നമ്മളിപ്പോൾ കയറി പോണതേ, നമുക്ക് നമ്മുടെ അവിടെ എന്താ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്താ മൺവെട്ടിയൊക്കെ ഇരിക്കണേ ഈശ്വര. പക്ഷെ എന്തൊരു തണുപ്പാണ് ഇവിടെയൊക്കെ. മേളിൽ നിന്ന് ഒരു ഓട്ടയിൽ നിന്ന് മാത്രമായിട്ട് ലൈറ്റ് വരണം. ഈ കാണുന്നതാണ് കേട്ടോ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഇത് നന്ദി അതിനകത്താണ് വിഗ്രഹം ഉള്ളത്. പക്ഷേ ഭയങ്കരമാണ്. ഇതിവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ടേ ഫ്രഷ് വാട്ടർ പോകാൻ വെള്ളത്തിലായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. നമുക്ക് അറിയില്ല. അവിടെ കയറാൻ പറ്റുമോ? വഴികളുണ്ടോ? അറിയാലോ. വഴി കയറിയാലോ. ചിലപ്പോൾ നമുക്ക് കാണിക്കില്ല. ഒരു ലോഡ് നിധി ഉണ്ടെങ്കിലും. ഓ, ക്യാമറ എടുത്തു, ഫോട്ടോ എടുക്കാൻ പോവാണ്. ഊട്ട എപ്പോൾ കണ്ട അപ്പം ഫോട്ടോ എടുക്കും. ഒരു കയറാൻ പാടില്ലാത്തൊരു വഴികളിലൂടെ ചാടി കയറാണ്. ദൈവമേ, കൊണ്ട് വഴിയാണല്ലോ. വല്ല പ്രേതം ഉണ്ടാവട്ടോ. ഇങ്ങോട്ട് വാ. ആണോ? വഴി പാമ്പുണ്ടോ? വാ വാ വാ. പാമ്പുണ്ടോ? വാ വാ. ഞാത്തം കണ്ട് ഏതോ ഉൾഭാഗത്തൊക്കെ കയറി ചാടി മതിലാടി പോയൊരു തിരിച്ചു വരുന്നു. അവിടെ ഫുള്ളുണ്ടല്ലോ, ഒരുപാട് വഴികളുണ്ട്. ആ വഴികളുടെ അകത്തോട്ട് കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വവ്വാലുകൾ ഓടി വന്നു. പിന്നെ പാമ്പൊക്കെ ഉണ്ടോന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ വിളിച്ച് കയറുമായിരുന്നു. ട്രഷറാണ് ഉറപ്പിച്ചു. എന്നാ കയറി വന്നാല. പക്ഷെ ഈ ഊട്ടേന്ന് ആ വഴിയല്ലല്ലോ, ലൈറ്റ് ഇല്ലായിരുന്നല്ലോ. ഈ വഴി കയറിയിട്ടേ ഞാൻ സ്വപ്നത്തിൽ എവിടെയോ കണ്ട ഒരു സ്ഥലം പോലെ തോന്നി. ഇതിനകത്തോടെയാണ് കേട്ടോ വഴികള്. നിങ്ങൾക്ക് ഇങ്ങനെ മിസ്റ്ററി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും കയറാൻ പാടില്ലാത്ത സ്ഥലമാണോ എന്ന് അറിയില്ല. ഹൊററാണെന്ന്, ഹിസ്റ്ററി അല്ലെന്ന്. ഇല്ല, സെക്യൂരിറ്റി ഒന്നുമില്ല. പിന്നെ ഇത്രയും വലിയ സ്ഥലത്ത് എത്ര സെക്യൂരിറ്റീനെ ഗവൺമെന്റ് വെക്കും? ഇത് നിറയെ മിസ്റ്ററി സ്ഥലങ്ങളാണ്.
ചിലപ്പോ ആ വഴി പോണതേ ഈ വിഗ്രഹം ഇരിക്കണ അങ്ങടായിരിക്കും. ചിലപ്പോ വിഗ്രഹത്തിന്റെ പുറകിലായിരിക്കും നിധി ഇരിക്കണേ. പാമ്പുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിധിയൊക്കെ കണ്ടുപിടിക്കാൻ പോയിട്ട് വരണുണ്ട്. എന്താണ് അവര് പറയണത്? നിധി അന്വേഷിക്കുന്ന ആളുകളെ പറയണവരെ പേരെന്താ? അല്ലല്ല, അഞ്ച് വേറൊരു പേര് പറഞ്ഞില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറാൻ നേരം. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാന്നുള്ളതാണ്. 2 മണി. പക്ഷെ ഇന്ന് വലിയ പരിപാടികളൊന്നും ഇല്ലാതെ വിചാരിച്ചു. ഈ സ്ഥലത്തൊക്കെ പോയി വരുമ്പോൾ തന്നെ നല്ലോണം സമയം എടുക്കണം. അപ്പോൾ ഈ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണത് അയ്യോ മുസ്ലിം പള്ളിയല്ലേ? ഓ എന്നിട്ടെന്താ പറയാത്തത്? ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കണതിന് മുമ്പായിട്ട് ഒരു സ്ഥലം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പോവാന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ നമ്മൾ ഫുള്ള് കണ്ടിട്ട് പോകാന്ന് ഓർത്തിട്ടാണ്. ഫുള്ളല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഒരു മോസ്കിലാണ് കേട്ടോ. മുഹമ്മദ് വാച്ച് ടവർ ഉണ്ട്, അതുപോലെ മോസ്ക് ഉണ്ട്. മുഹമ്മദ് വാച്ച് ടവർ. ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തൊപ്പിയൊക്കെ കണ്ണടയും കൂടി വെക്കണ്ട. പക്ഷെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണത്തില്ല. കണ്ണ് കാണുന്നില്ല, എനിക്കൊരു ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടാവില്ല. ഇതാണ് ആ മോസ്ക്. ഇതാ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ മോസ്ക്. എടി ഇനി അങ്ങോട്ടേക്ക് ബാൻഡ് ടവറാണ്. മോസ്ക് ഏതാ? നിന്റെ ദൈവം ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അല്ല, വന്ന സ്ഥിതിക്ക് പോയിട്ടോ. നടക്കാനുണ്ടെന്ന് മാത്രല്ല, അയ്യോ കൊട എടുക്കണമായിരുന്നോ? കൊട എടുത്താൽ നല്ലതായിരുന്നു. നടക്കാനുണ്ടെന്ന് മാത്രല്ല ഒരു മനുഷ്യനും ഇല്ല. ടൂറൊക്കെ വരുമ്പോ നമ്മൾ നടക്കൊക്കെ വേണ്ടേ? അമ്മൂസാണെങ്കിൽ ഇന്നങ്ങ് എക്സ്പ്ലോററിന്റെ മോഡിലാന്ന് തോന്നണേ. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം, അമ്മു ദ എക്സ്പ്ലോറർ, ഉണ്ണി ദ എക്സ്പ്ലോറർ. ചേട്ടൻ ബോഡിഗാർഡാ. ബോഡിഗാർഡാണോ? സോറി, ഉണ്ണി ദ ബോഡിഗാർഡ്. ഉണ്ണിക്കുട്ടെ ഞങ്ങൾ ഇട്ടിട്ട് ഓടോടാ. നീ വല്ല ലെപ്പോടും ചാടി അതിന്റെ മേത്ത് വായിങ്ങനെ പൊളിച്ചു. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ലെപ്പേർഡ് അതുപോലെ കരടിയൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നട്ടുച്ചക്ക് നമ്മളെ പോലെ എന്തായാലും അല്ല, നട്ടുച്ചക്കടി കരടികൾക്കൊന്നും നമ്മുടെ അത്ര ഭ്രാന്തുണ്ടാവാൻ വഴിയില്ല. ഇതേപോലെ വരാൻ നമ്മളെ പോലെ ഇത്ര ഭ്രാന്തുണ്ടാവാൻ വഴിയില്ലെന്ന്. അല്ല, ഇച്ചിരി മുമ്പ് ആൾക്കാരുണ്ടായിരുന്നല്ലോ. കരടി വന്നു കഴിഞ്ഞാൽ ശ്വാസം പിടിച്ച് കിടക്കാം. ലെപ്പോർഡ് വന്ന എന്ത് ചെയ്യും? ഇല്ല, അവിടെ ബൈക്ക് ഇരിപ്പുണ്ട്. ഈ കണ്ടതാണ് കേട്ടോ, മോസ്ക് ആണെന്ന് തോന്നുന്നു. മോസ്ക് ആണോ വാച്ച് ടവർ? മോസ്ക് എന്നാണ് അവിടെ എഴുതിയിരുന്നേ. ഇവിടെ ഇഷ്ടം പോലെ ഈ എന്തുവാ ഇതുണ്ട്, അണ്ണാമാര്. കണ്ടോ എന്തോരം അണ്ണന്മാരോ വരണേ. പിന്നെ ഈ സൈഡിലൊക്കെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവണല്ലോ, കുറേയൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. ഇത് കണ്ടത് ഡ്രാഗൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കുതിര, ഇതിലേക്ക് കഴുതായിരിക്കും. കുതിരയായിരിക്കോളൂ. ഇത് മൽപ്പിടുത്തം നടത്തുന്ന 2 ആളുകളായിരിക്കും. ഇതെന്താണ്? ഓ എൻ്റെ ദൈവമേ, ഇതെന്താ? ഇതൊന്നുമില്ലല്ലോ ഇവിടെ. കുറേ ഭിത്തിയിലൊക്കെ ഏതാണ്ടൊക്കെ ആൾക്കാർ എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ള എല്ലായിടത്തും ഇതേപോലെ ആട്ടോ മേളിൽ. അതിനെന്തെങ്കിലും പേരുണ്ടോന്നാവോ? അതെ, ഡോറ എക്സ്പ്ലോർ ചെയ്യാൻ എങ്ങോട്ടൊക്കെയോ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പുറകെ ഈ എക്സ്പ്ലോറർ. ഇവിടെ കാറ്റ് ഇതെന്താ ഇവിടെ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ മുള്ളു പോലെ വെച്ചേക്കണേ? ഇതിൻ്റെ അടിയിലോട്ട് ഇനി സ്ഥലം ഉണ്ടായിരുന്നിരിക്കോ? ഈ മതിലിൻ്റെ ഏറ്റവും മേളിലെ ഭാഗമായിരിക്കും ഇത്. ഗോവയിലെത്തുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചറിയുമെന്നാവോ ഞങ്ങൾ അത്രയും വെയിലത്തൂടെ നടക്കണത്. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ടേ? ഇപ്പം നമ്മൾ ഏതോ ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കണേ. ഇവിടെ ഉണ്ടല്ലേ, എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ ഓരോരോ സാധനങ്ങളാണ്.
ചിലപ്പോ പൊട്ടിപ്പോയതാന്ന് തോന്നുന്നു. ആയിരിക്കും. അങ്ങനെ നമ്മളിതേ മോസ്കൊക്കെ കണ്ട് തിരിച്ച് കണ്ടു രാജുമോനെ. റാണി രാജുവിനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ car is waiting for us. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 11 കിലോമീറ്ററാ, ഒരു 12 കിലോമീറ്റർ ദൂരെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, നോൺ വെജ്. ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണുള്ളത്. ഉള്ള ഹോട്ടൽസ് ആണെങ്കിലും നമുക്കങ്ങ് എല്ലാം ചെറിയ 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 ഹോട്ടൽസ്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ കുഴപ്പമില്ല, നോൺ വെജ് ആണെങ്കിൽ ഇവിടെ അടുത്തൊന്നും കിട്ടില്ല, ദൂരെ പോകണം. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ദൂരെ പോകണം. പക്ഷേ ഇവിടെ ഈ പറയുന്ന കിലോമീറ്റേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എത്താം. പക്ഷെ അത്ര ട്രാഫിക് അത്ര തിരക്കില്ല, പിന്നെ റോഡും കുഴപ്പമില്ല അല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താം ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ എക്സോസ്റ്റഡ് ആയി. നമുക്ക് ഇന്ന് 2 ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ടായിരുന്നു, സുഗ്രീവ കേവും ഹനുമാൻ ടെമ്പിളും. പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ റൂം എടുത്തിട്ടുണ്ട്, സോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അത് ഞങ്ങൾ എടുക്കാൻ കാര്യം അവിടുത്തെ ഒരു വൈബ് കണ്ടിട്ടാട്ടോ. അത് പെർ ഡേ 6000 റുപ്പീസാണ്, പ്ലസ് GST ഉണ്ടെന്ന് തോന്നുന്നു. ഒരു റൂമിന് എത്ര രൂപയാണോ? അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്തത്. അപ്പോൾ അവിടെ വൈകുന്നേരം എത്തിയാലാണ് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ അവിടെ മെയിനായിട്ട് ആ ഒരു സ്പോട്ട് എടുക്കാൻ കാരണം. അപ്പോൾ നമ്മളിവിടെ സൺസെറ്റ് കാണാൻ നിന്നാൽ നമുക്ക് ആ സ്പോട്ട് മിസ്സാവും, അതായത് ആ വൈബ് മിസ്സാവും. നാളെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ടാണ് രാവിലെ. നാളെ നമ്മൾ എന്നിട്ട് നേരെ ഗോവയ്ക്ക് പോകും. അപ്പോൾ നമുക്ക് ആ സ്ഥലം മിസ് ചെയ്യാം, ഒരു വൈബ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണ 2 സ്കിപ്പ് ചെയ്യാമെന്നാ. ഷമ്മൂസിന് ഭയങ്കര സങ്കടം. ഷമ്മൂസ് അത് കണ്ടിട്ടേ പോവുള്ളൂ എന്നാ പറയണേ. അതുകൊണ്ട് ഞങ്ങൾ അമ്മൂസിനെ ഇവിടെ ഇറക്കി വിടുന്നു. അടുത്ത ബസ്സിന് ഇങ്ങോട്ട് വന്നത് ചിലപ്പോ ഇതായിരിക്കും. മറ്റേ ഇതാണോ വെള്ളം ഇല്ലെന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് തുങ്കഭദ്ര ആയിരിക്കും. അറിയാം, നമ്മൾ കൂർഗിന്ന് ഇങ്ങനെ വന്ന വഴിയല്ലേ? നേരെ അന്നേരം വെള്ളം കണ്ടായിരുന്നു അന്ന്. അപ്പൊ മനസ്സിലായില്ല നമുക്ക്. പിന്നെ ഉണ്ടല്ലോ, ഇവിടത്തെ എല്ലാ മലകളും ഒരു പ്രത്യേക രീതിയിലുള്ള മലകളാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉരുണ്ട രീതിയിലുള്ള കല്ലുകളുള്ള മലയാണ് കേട്ടോ. ഇങ്ങനെ മരങ്ങളില്ലാത്ത മലകളാണ്. നമ്മുടെ അവിടെ വയനാട് ഇടുക്കിയിലൊക്കെ ഉള്ള മല എന്ന് പറഞ്ഞാൽ നിറയെ പച്ച കളർ നല്ല മരങ്ങളൊക്കെ ഇട്ട് നല്ല ബലഭൂഷ്ഠിതമായിട്ടുള്ള മലകളല്ലേ, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മലകളാണ്. ഇവിടെ ഉള്ള മലകൾ ഉരുണ്ട മലയാണ്. അതിന്റെ കാര്യം ആഫ്രിക്കയിൽ നിന്ന് പ്ലാറ്റ് എന്തോ പ്ലേറ്റും ഇങ്ങനെ വന്ന് കൂട്ടിമുട്ടിയതാണെന്നാണ് ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു തന്നത്. അവിടെ കൂട്ടിമുട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ കൂട്ടിമുട്ടിയത് കൊണ്ടല്ല, അവിടെ നിന്ന് വന്നത് കൊണ്ടാണ് ഇവിടെ ഈ കല്ലുകളുള്ളത്. ഈ കല്ലുകൾ വേറെ ഉള്ളത് ആഫ്രിക്കയിലാണെന്ന്, സൗത്ത് ആഫ്രിക്കയാണെന്ന് തോന്നുന്നു. ആ ഭാഗത്താണ് ഈ കല്ലുകളുള്ളത്. ഇവിടെ വേറെ സ്ഥലങ്ങളിലൊന്നും ഈ കല്ലുകളില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാട്ടോ, ആളെന്നോട് പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഞാൻ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലോട്ടും കൂടി ഷെയർ ചെയ്യുന്നു. എനിക്കാണെങ്കിൽ കുരു കണ്ടിട്ടുണ്ടല്ലോ, പൊട്ടിക്കാൻ തോന്നുന്നു. കണ്ണാടി വെച്ചതിന്റെ കൂടിയിട്ടാ ടെൻഡൻസി വരുന്നത് പൊട്ടിക്കാൻ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഹോട്ടൽ മല്ലക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വന്നിരിക്കുക. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ ആദ്യം നോക്കിയിരുന്നേ, പക്ഷെ ഭയങ്കര റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കാതിരുന്നത്. പിന്നെന്താ, അപ്പൊ അവിടെ ഇവിടെ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 12,000 അത്രയും കണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എടുത്തില്ല. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചത്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആ, പക്ഷെ ഇവിടെ ഒന്നും വേറെ ഫുഡ് നമുക്ക് കിട്ടാനില്ല. ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞില്ലല്ലോ, നമ്മൾ നോക്കി വന്ന റെസ്റ്റോറന്റ് ഭയങ്കര മോശം ഫുഡ്. മേ ബി നല്ലതായിരിക്കും, പക്ഷെ അവിടെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു മോശം മണൊക്കെ ഉണ്ടെന്ന് ഉണ്ണിയാണ് അന്വേഷിക്കാൻ പോയത്. എങ്ങനെയെന്ന് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് കഴിച്ചു. അതേ റോഡില് ഇവിടെ ആണെങ്കിൽ ഒരു കല്യാണം നടക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ കല്യാണ സദ്യം കഴിക്കാൻ കിട്ടുമായിരിക്കും. പെണ്ണിന്റെ വീട്ടുകാരാന്ന് പറഞ്ഞ് വന്നാലോ? ഹംപി കല്യാണം ഫുൾ ഓഫ് കളർഫുൾ, പിങ്ക്, ഓറഞ്ച്, വൈറ്റ്. നമ്മളിത് ഇവിടെ ഇപ്പോൾ കാറ് പാർക്ക് ചെയ്യാനിട്ടിട്ടോ. കാറ് പാർക്ക് ചെയ്യാനിട്ടിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന
ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത്. അവിടെ എന്തോ കല്യാണം നടക്കുന്നുണ്ട്. നമ്മളൊന്നും അങ്ങോട്ട് നോക്കണം. ഈ വഴിയല്ലേ അങ്ങോട്ട് പോണേ? വേറെ വഴിയുണ്ടോ? എൻ്റെ കണ്ണടയാണ് എടുത്ത് വച്ചേക്കണേ. ഞാൻ ലെൻസ് ആൻഡ് കാർട്ടിൽ നിന്ന് മേടിച്ച കണ്ണടയാണ്. പക്ഷെ ഇന്ന് ഞാൻ തല കുളിച്ചു കേട്ടോ. തല കുളിച്ചത് ഞാൻ എൻ്റെ ഇവിടെ സ്ട്രെയിറ്റ് ചെയ്തത് പോവാതിരിക്കാൻ ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഞാൻ എന്താ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി. പ്ലാസ്റ്റിക് കവർ കാണിച്ചു നോക്കട്ടെ. പ്ലാസ്റ്റിക് കവറിനകത്ത് ഞാൻ കെട്ടിയിട്ടിട്ട് സ്കാൽപ്പ് മാത്രം വാഷ് ചെയ്ത്. പക്ഷെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നല്ലോണം എണ്ണയിട്ട് ചൂടൊക്കെ കൊടുത്ത് മസാജ് ചെയ്ത് കുളിക്കണം. ഭയങ്കരമായിട്ട് ഡ്രൈ സ്കാൽപ്പ് വരുന്നു തലയിലേക്ക്. ഇപ്പം അറിയണില്ല, പക്ഷെ ഒന്ന് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി 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 താരം വരാൻ തുടങ്ങും. കറക്റ്റ് എനിക്ക് കുറേ ദിവസം ഇങ്ങനെ തല കഴുകാതിരുന്ന പ്രശ്നം. അപ്പോൾ ഞാൻ ഒരു 3-4 ഡേയ്സായി തല കഴുകിയിട്ട്. ഇന്നാണ് ഞാൻ തല കഴുകിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ സ്ട്രെയിറ്റ് ചെയ്ത്. ഇത്ര ഭാഗം ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ചെയ്തില്ല, കൂടുതൽ ഡാമേജ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഒരു കല്യാണം നടക്കുക. മനസ്സിലാവേ കണ്ടോ? പക്ഷെ നേരിട്ട് കാണാൻ ക്യാമറയിൽ കാണുന്നേക്കാട്ടിലും രസമുണ്ട്. ക്യാമറയിൽ മങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു, അത്ര രസമില്ല. ഓ ഇതാണ് കല്യാണം, ചെക്കനെ പെണ്ണു ഏതോ ഒരാളുടെ കല്യാണം. ഓ ഇവിടെ വന്നിട്ടൊരു നല്ല ഈ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല. മെനുവിൽ പറഞ്ഞിട്ടുള്ള പ്രൈസ് കൂടുതലാണ്. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചോ. നമുക്ക് ആ ഫുഡ് സെഷനിലോട്ട് വന്നാൽ മതി. നമ്മൾ ഓർഡർ ചെയ്ത് തന്തൂരി ചിക്കൻ എത്തിയിട്ടുണ്ട്. നാളെയാണ് നമ്മൾ പോണത്. 31. യെസ്, തന്തൂരി ചിക്കൻ നമ്മളെത്തോ? എത്തൂല്ലേ? നാളെ തന്നെ വൈകിട്ടെത്തും. നോ വിൽ ടേക്ക് ഇറ്റ്. തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ റൊട്ടി, പിന്നെ ഈ കാണുന്ന പെപ്സി, പിന്നെ എന്തായിരുന്നു, പിന്നെ ഒന്നുമില്ല. എത്രയും ഓർഡർ ചെയ്തോ? പിന്നെ ഒരു കറി, എന്തോ ആന്ധ്രക്കറി. നമ്മൾ ഓർഡർ ചെയ്ത എന്തായാലും ചിക്കൻ ഹൈദരാബാദി, ആന്ധ്രയല്ല ഹൈദരാബാദി തന്തൂരി, നമ്മുടെ നാട്ടിലെ പോലെ. ഇതുവരെ ബട്ടർ നാനും ബട്ടർ റൊട്ടി അവിടെ അവർക്ക്. പെപ്സി ഞാൻ നോർമലി കുടിക്കല്ലോ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെപ്സിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുടിച്ചേക്കണം. നോർമൽ റൊട്ടി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളിത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിലോട്ടാണ് കേട്ടോ പോണത്. ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം നിങ്ങൾ ഹംപി വരുന്നുണ്ടെങ്കിൽ ഹംപിയിൽ നിന്നൊരു 12-15 കിലോമീറ്റർ മല്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വെജ് റെസ്റ്റോറൻറ്റ്സ് അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. നോൺ വെജ് വേണമെങ്കിൽ ഇവിടെ വരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. നല്ലതാണ്. അവിടെ സ്റ്റേ ഞാൻ നോക്കിയായിരുന്നു. സ്റ്റേ കുറച്ച് എക്സ്പെൻസീവ്. അവർക്ക് ഓൾഡ് മല്ലിക്ക് ഉണ്ട്, ന്യൂ ഉണ്ട്. ഓൾഡ് കുഴപ്പമില്ല, പക്ഷെ ഓൾഡ് എനിക്ക് റൂംസ് ഒക്കെ അവർ തന്നിരിക്കുന്ന ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുക്കാതെ വരുന്നത്. പിന്നെ തൊട്ട് അടുത്തുമല്ല, ഇവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ നമുക്ക് നമ്മുടെ എല്ലാ ഡെസ്റ്റിനേഷനിലോട്ടും ഉണ്ട്. ഞങ്ങൾ എടുത്തിരുന്ന സ്ഥലത്തുനിന്ന് 3 കിലോമീറ്റേഴ്സ് ആയിരുന്നു. എല്ലാം അടുത്തടുത്തായിരുന്നു. അപ്പോൾ നമുക്കത് എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ ഹോസ്റ്റലിലോട്ടാണ് പോണേ. അതിവിടെ നിന്ന് ഒരു 50 മിനിറ്റ്സ് അല്ലേ? 50 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാട്ടോ എന്തൊക്കെയാണെന്ന്. അതൊരു മലയുടെ കീഴിലായിട്ടാണ് കണ്ടേ. പിന്നെ അവിടുത്തെ എനിക്ക് ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് എടുക്കാനുള്ള കാരണം. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതേ വൈബ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അവർ തന്ന ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. റീലല്ല കണ്ടേ ഞാൻ, അല്ലാതെ പോസ്റ്റില്ലേ അവര് തന്നേക്കണേ. ഓ സോറി. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റൽ സെറ്റപ്പ്. മറ്റേ എന്താ പഴയ കച്ചിയെല്ലാം വൈദ്യക്കോലൊക്കെ വെച്ചിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. തുറന്നോട്ടെ.
അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കണം. നിറയെ ആളുകളുണ്ടല്ലോ ഇവിടെ. അമ്മൂന്റെ കുറേ ടുട്ടൂസ് ഉണ്ടടാ. ടുട്ടൂസ് അവിടെ വെള്ളടിച്ചിട്ടുണ്ടല്ലേ. ഇവരുടെ കൂടെ നമുക്ക് കളിക്കായിരിക്കും. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. കൊള്ളാവോ? ഇതിവിടെയുള്ള പെറ്റ് ഡോഗ്സ് ആണ് കേട്ടോ. വെളിയിൽ നിന്നുള്ള ഡോഗ്സ് അവൈലബിൾ അല്ല, പക്ഷെ ഓൾറെഡി ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട്. ഇത് മറ്റേ പിറ്റ് ബുൾ അല്ലേ. പിന്നെ വേറെ രാജപാളയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോഗുണ്ട്. തല ചെറുതായിട്ട് ഉടല് വലുതായിട്ടുള്ള. നമുക്ക് ആ താറാവിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ആടാണത്. ആടുണ്ട് കേട്ടോ, മുയലുണ്ട്, ആടുണ്ട്, പട്ടിയുണ്ട്, ഫുൾ പെറ്റ്സും. ദൈവമേ, നമ്മുടെ അതാട്ടാ രാജപാളയം. നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ അവിടെ പോയി മൂത്രം ഒഴിക്കണ രണ്ടുപേരും. എടി നമുക്ക് ആ താറാവിൻ്റെ അടുത്ത് പോവാം. അല്ല ശരിയായി പറഞ്ഞു. എടാ, ഈ താറാവ് കൊത്തോ? ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് താറാവ് എന്നെ ഓടിച്ചിട്ട് കൊത്തുന്നെന്ന്. നിനക്ക് റിയലാവോ? ഏത് വേണ്ടല്ലേ, നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് മതി. ഞങ്ങളും വല്ല കൊത്തും കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആമയുണ്ടായില്ലേ? എവിടെ? ആമേനെ കണ്ടില്ല. ഓ, നേരത്തെ ചീന വെള്ളം വന്ന കേട്ടോ. എടാ, ഈ ആമ എന്താണ് ഈ കളറ്? എന്താമ്മ ഇതിന്റെ കണ്ണാണത്? അല്ലല്ലോ, കണ്ണിന്റെ മേലിൽ റെഡ് കളറ്. തിന്നാൻ പറ്റുന്നതോ? ഹിന്ദുക്കള് തിന്നുന്നതാ? എന്താ എന്തുകൊണ്ടാ വെള്ളാമ എന്താ ഇതിനകത്തെ? പുള്ളിക്കാണ് ചുവന്നിരിക്കുന്നത്. ഇത് നമ്മുടെ റൂമിലോട്ട് പോണ വഴിയാണേ. ഇത് നീലത്താമര ആമ്പലാണ്. ഓക്കെ, നീലത്താമര പോലെ എനിക്ക് തോന്നി. നോ, ഈ കാണുന്ന ഹട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓ, എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഭയങ്കര മങ്ങല്. നേരിട്ട് എന്തോ രസമായിട്ടാണ് കാണുന്നത്. ക്യാമറ അത്ര രസമില്ല. അതോ ഇനി എൻ്റെ സ്ക്രീനിൻ്റെ ആണോ പ്രശ്നം? ഈ കാണുന്നതാണ് നമ്മളുടെ റൂം. ഒരു സൈഡിൽ വേറെ റൂം, ഒരു സൈഡിൽ വേറെ റൂം. 403 and 404 ആണ് നമ്മുടെ റൂം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാട്ടോ വ്യൂ. ഇതാണ് നമ്മുടെ റൂം. 4 ബെഡ്, പിന്നെ ഇത് വാൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്, AC, പിന്നെ ഇവിടെ ഒരു കണ്ണാടി. ഹോസ്റ്റൽ. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കണത്. ലിപ്സ്റ്റിക്ക് ചേഞ്ച് ചെയ്തു. എനിക്കിപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോസ്. നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയാണ് ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഗ്ലോസ് ഇടാറുണ്ട്. മലടച്ചേക്കാം. ഇവിടെ ഇത്രയും പൈസ കൊടുത്ത് റൂം എടുത്തിട്ട് 2 പേര് റൂമിനകത്ത് തന്നെ ഇരിക്കണം. എന്ത് ചെയ്യാനാണ് നോക്കണേ. അവരകത്തിരുന്ന് ഫോൺ കാണട്ടെ. ഇവിടെ ആണെങ്കിൽ നെറ്റൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്താ വെളിയിൽ നിന്നും കുറച്ചിങ്ങനെ വിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. ഇവിടെ വരാവുന്നതാണ്. പക്ഷേ ഇവിടെ വൈഫൈ ഉണ്ട്. വൈഫൈ ചോദിച്ചാൽ നമുക്ക് വൈഫൈ കിട്ടും. ഞാൻ പിന്നെ പബ്ലിക് വൈഫൈസ് അങ്ങനെ കണക്ട് ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്ക് നമ്മുടെ കമൻസിന് തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ചെരുപ്പ് എടുത്തിടാം. ഇത് ഞാൻ ചുരിദാറിൻ്റെ കൂടെ ഇട്ട ചെരുപ്പാണ്. അപ്പോൾ അതെടുത്തിടാം. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഈവനിങ് വ്യൂ. അവിടെ കളിക്കുന്ന കണ്ടോ? അതാരാന്ന് നിങ്ങൾക്കറിയോ? ദാറ്റ് ഈസ് ലേസ്ലി ജോസഫ്. വന്ന് ഒട്ടാനെ തന്നെ ഡ്രസ്സ് പോലും മാറാണ്ട് ഓടിപ്പോയി കളിക്കാൻ പോയിക്കോ. അവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ നടന്നു വന്നിട്ട് പോലും അവിടെ ഒരാൾ അറിഞ്ഞിട്ടില്ല. ഈ ഒരു പറ്റിയാണോ തോന്നുന്നത്? എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റേ വലിയ രോഗം തോന്നും. മറ്റേ ചെരുപ്പെടുത്തിട്ട് ഈ ചെരുപ്പിട്ടിട്ട് അങ്ങ് അലന്നു. ഇനി ഇതിടാൻ പറ്റത്തില്ല. അതിനകത്തുള്ള മറ്റൊരു ലൈനിങ് പോലത്തെ സംഭവമില്ല. ആ സംഭവം അങ്ങനത്ത് തേഞ്ഞകത്തോട്ട് കയറി. എനിക്കൊരു ചായ കുടിക്കണം. ഇതവരെയൊന്ന് വിളിച്ചിട്ടാണെങ്കിൽ അവരോട്ട് വരണമില്ല. ഇവരെ സാധാരണ
5, 6, 7 ഒക്കെ അടിച്ച് തുഫാനൊക്കെ ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ കളിച്ച്. ചേച്ചി എന്താ പറഞ്ഞു? ഇല്ല ഭയങ്കര പക്ഷേ ആവശ്യമില്ല. അവരെനിക്ക് കുറച്ച് കളിക്കുന്നതാണ്. ബാക്ക് ഹാൻഡൊക്കെ എടുക്കരുത്. അവരൊക്കെ പിന്നെ സാധാ ഇങ്ങനെ തട്ടൽ മാത്രം. അതിനകത്ത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മള് ചായ കുടിക്കാനടുത്ത് വന്ന കേട്ടോ. ഇനിയിപ്പോൾ 7:30. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കൂടി കഴിച്ചേക്കാം. ഇങ്ങനെ നിലത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിറയെ ആളുകൾ കേട്ടോ. ഇവിടെ ഫുൾ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വരാവുന്നത്. നടുക്ക് ഇതവിടെ കണ്ടോ എന്ത് പറ്റി? അവിടെ പ്രാവല്ല തത്തമ്മ അതിനെ തുടർന്ന് കൊടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇപ്പറൊക്കെ കുറേ ടുട്ടൂസ് ഉണ്ട്. ഫുൾ ടുട്ടൂസിൻ്റെ മേളമാണ് കേട്ടോ ഇവിടെ കണ്ടോ. ഫുൾ ഓഫ് ടുട്ടൂസ്. പിന്നെ എന്താ എല്ലാവരും ഇങ്ങനെ ബിയറും ഇവിടെ ഹോട്ടുണ്ടോ ഹോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വൈബ് ചെയ്ത് ഇങ്ങനെ ട്രാൻസ് മോഡിലാണെന്ന് തോന്നണം എല്ലാവരും. പക്ഷെ രസമുണ്ട് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മളിതേപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഗ്ലാസ് വെച്ച് ഇവിടെ നമ്മൾ കിച്ചൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് കണ്ണിങ്ങനെ കലങ്ങണ്. പിന്നെ എനിക്ക് ഇവിടെ ഫുള്ളൊരു സ്മോക്കി എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണ് കലങ്ങണോണ്ട് ഞാനിങ്ങനെ ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കാം. പിന്നെ ഇന്ന് നമുക്ക് കാണിക്കാൻ വേറെ ഒന്നുമില്ല. ഇനി നേരെ പോകുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. കുറച്ചേരൊക്കെ ഇവിടെ നിന്ന് വാന നിരീക്ഷണമൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ചൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നൊക്കെ പറയാം. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.